അത് നല്ല എക്സ്പീരിയൻസ് തന്നെ. കൊച്ചിലെ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടു, പക്ഷെ അതത്ര വലിയ ഓർമ്മയില്ല. പക്ഷെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം, ഇത്ര 36 വർഷത്തിന് ശേഷം എൻ്റെ ഫാമിലിയുടെ കൂടെ ഇരുന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഇരുന്ന് കാണാൻ പറ്റിയത് ഒരു വലിയൊരു ഭാഗ്യമായിട്ട് തോന്നുന്നു. പിന്നെ അന്ന് കണ്ട അതേ ടി വിയിൽ എത്ര തവണ കണ്ടിട്ടുണ്ടെങ്കിലും പിന്നീട് ഈ ഫിലിം സ്ക്രീനിൽ കാണുമ്പോൾ ഒരു ആവേശം, ഒരു രോമാഞ്ചമൊക്കെ ഒരു വേറെ തന്നെയാണ്. അതേ എക്സൈറ്റ്മെന്റിലാണ് ഇപ്പം ഇന്ന് രണ്ടാമതും കാണുന്നത്. ഒത്തിരി സന്തോഷം. മനോഹരമായി ചെയ്തു. അതുപോലെ തന്നെ എത്ര ലെജൻഡുകൾ ആ തുടക്കത്തിൽ എഴുതി കാണിക്കുന്നുണ്ടല്ലേ. പി വി ഗംഗാധരനായാലും ശരി, എം ടി സാറായാലും ശരി, ബോംബെ രവി ആയാലും ശരി, കൃഷ്ണമൂർത്തി ആയാലും ശരി, എന്താ പറയുക, ഒരുപാട് ലെജൻഡുകൾ നമുക്ക് നഷ്ടപ്പെട്ടു ഈ പടത്തിൽ സഹകരിച്ച. തീർച്ചയായിട്ടും എന്താ പറയുക, KTC ചെയ്ത ഒരു പുണ്യപ്രവൃത്തി എന്ന് ഞാൻ പറയും. കാരണം മലയാളിക്ക് വീണ്ടും ആധുനിക സംഗീതത്തിലൂടെ ഈ സിനിമ കാണാൻ കഴിയുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും മലയാളികൾ അവരോട് കടപ്പെട്ടിരിക്കുന്നു. എത്ര വേണമെങ്കിലും, ഇനിയും വേണമെങ്കിൽ ഞാൻ ഇവിടെ 5 ദിവസം വേണമെങ്കിൽ വന്ന് തുടർച്ചയായിട്ട് കാണും. അത്രയും എന്താ പറയുക, കണ്ടിരിക്കാവുന്ന മനോഹരമായ സിനിമ. ഇതുപോലുള്ള സിനിമ ഇനി മലയാളത്തിൽ എടുക്കാൻ കഴിയില്ല. ഞാനിപ്പോൾ ആലോചിക്കായിരുന്നു, 30 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത സിനിമയാണ്. 300 ദിവസം ഇന്നത്തെ ആശാന്മാർക്ക് കൊടുത്താൽ, ബർമുഡയായിട്ട് കിടക്കുന്ന സംവിധായകന്മാർക്ക് 300 ദിവസം കൊടുത്താൽ ഇത് എടുക്കില്ല എന്ന് മാത്രമല്ല, 1 കോടിയും 5 കോടിയും 10 കോടിയും 20 കോടിയും പ്രതിഫലം വാങ്ങുന്ന ഒരൊറ്റ ആളിന് ഇതിൽ ഒരു ക്യാരക്ടർ ചെയ്യാൻ കഴിയില്ല. എല്ലാം ഈ 4 അടി പൊക്കമുള്ളവന്മാരല്ലേ ഇപ്പോൾ ഉള്ളത്. ഒറ്റ എണ്ണത്തിന് ഇതുപോലൊരു വേഷം ചെയ്യാൻ കഴിയില്ല. അത്രയും ലെജൻഡുകൾ ചേർന്ന് ചെയ്ത ഈ മനോഹരമായ സിനിമ വലിയ വിജയമാക്കണം മലയാളി എന്നാണ് എനിക്ക് പറയാനുള്ളത്. മനോഹരമായിട്ടുണ്ട്. ഈ സിനിമ കണ്ടിട്ടുണ്ട്, ആ കാലത്ത് തന്നെ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ 1000 ഇരട്ടി ഇന്ന് ആസ്വദിച്ചു എന്നുള്ളതാണ്. കാരണം അതിൻ്റെ ശബ്ദ സജ്ജീകരണവും അതുപോലെ തന്നെ അതിൻ്റെ വിഷ്വൽസിൻ്റെ ബ്യൂട്ടിയും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്രമാത്രം മനോഹരമായിട്ടുണ്ട്. നോ വേർഡ്സ്. ഗംഭീരം, നല്ലൊരു അനുഭവമായി. ഈ കാലഘട്ടത്തിനും വളരെ അങ്ങേയറ്റം യോജിക്കും. നമ്മുടെ ചരിത്രത്തെയും പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ ജീവിത സാഹചര്യത്തെയും കുറിച്ചൊക്കെ മനസ്സിലാക്കാനായിട്ടുള്ള ഏറ്റവും നല്ല രീതിയിലാണ് അത് എടുത്തിട്ടുള്ളത്. വളരെ നന്നായി. ഓരോ ഡയലോഗ് തന്നെ ഇപ്പൊ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന്റെ അർത്ഥം അത്രയ്ക്ക് അത് ഉള്ളിൽ ഉണ്ടായിരുന്നു. ബ്യൂട്ടിഫുൾ, അബ്സല്യൂട്ട്ലി വണ്ടർഫുൾ. താങ്ക് യു. വേറൊരു ടോട്ടലി ഡിഫറെൻറ്റ് ഫീൽ. എന്താ പറയുക, വളരെ ആദ്യമായിട്ട് കാണുന്ന പോലെ അത്രയും തന്നെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഈ പടം കണ്ടത്. എന്താ പറയുക, ആ ഓഡിയോഗ്രാഫി, മ്യൂസിക് ആയാലും അതിൻ്റെ വിഷ്വൽസ് ആണെങ്കിലും മൊത്തത്തിലൊരു ഡിഫറെൻറ്റ് ഫീൽ. വണ്ടർഫുൾ, എക്സലൻറ്റ്. നല്ലതായിരുന്നു. റീ റിലീസ് വളരെ നന്നായി. ബീങ് എ മമ്മൂട്ടി ഫാൻ ഭയങ്കര സന്തോഷമുണ്ട് കാണാൻ. പഴയതിലും വെച്ചാണ് ഗംഭീര അനുഭവമാണ്. അതെ, അത് കണ്ടിരുന്ന കോളേജിൽ പഠിക്കുന്ന സമയത്ത് എല്ലാം വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. ഇത്രയും നല്ല മികവോടുകൂടി ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഒരു പുതിയ അറിവാണ്. ഗംഭീര അനുഭവമായിരുന്നു. അങ്ങനെ വരട്ടെ, ഇങ്ങനെയുള്ള ക്ലാസിക് സിനിമകൾ ഇനി വരട്ടെ. ഞാനിത് നേരത്തെ കണ്ടിട്ടുള്ളതായിരുന്നു. വീണ്ടും ഇത്ര വർഷങ്ങൾക്ക് ശേഷം ഇത് കാണുന്ന സമയത്ത് ഒരു എന്താ പറയുക, അനുഭവത്തിൻ്റെ നിറവും തികവും ഉണ്ടായെന്നേ വേണം പറയാനായിട്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇമോഷണലി ഹുക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. അതായത് ഇതിൻ്റെ പ്രമേയമാകട്ടെ, ഇതിനകത്തെ ആർട്ടിസ്റ്റുകളുടെ എന്താ പറയുക, അഭിനയ ചാതുര്യമാകട്ടെ, നമുക്കിപ്പോൾ തോന്നും ഇപ്പം ഇതാണോ അതിൻ്റെ ഗ്രാഫ് എന്ന് നമുക്ക് തോന്നുമെങ്കിൽ ഈ മീറ്റർ ആണോ നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഈ മീറ്റർ അല്ലെങ്കിൽ പോലും ആ കാലത്ത് ആ മീറ്റർ ഇപ്പോഴും നമ്മളെപ്പോലുള്ള പ്രേക്ഷകർക്ക് എന്താ പറയുക ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മളെ അത് എന്താ പറയുക വൈകാരികമായി കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് എന്താ പറയുക നമ്മുടെ നെഞ്ചിലൊരു പെടപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നിറങ്ങളായി കാണാൻ, ശബ്ദത്തിൻ്റെ അതേ മാന്ത്രികതയിൽ ശബ്ദത്തെ ഇപ്പം പുനരാവിഷ്കരിച്ചിട്ടുണ്ട്. അതിൻ്റെ അത്രയും സൗന്ദര്യ തികവിൽ കേൾക്കാൻ പറ്റുന്നു എന്നുള്ളത് ഒരുപക്ഷെ എന്താ പറയുക, ഈ മറ്റേ ടെക്നോളജിയുടെ ഒരു വികാസത്തെ നമുക്ക് സിനിമയെ വീണ്ടെടുപ്പിലൂടെ ഇങ്ങനെ എത്തിക്കാൻ സാധിക്കണം. സിനിമയിൽ അത് എത്തിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം സിനിമ അത്രയ്ക്ക് കണ്ട് ഒരു എന്താ പറയുക, വിനോദ വ്യവസായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. അപ്പോൾ അത് ആ നിലയിൽ പ്രേക്ഷകർക്ക് പകർന്നു കൊടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. സോ ഡെഫിനറ്റ്ലി ഒരു വേറിട്ടൊരു അനുഭവമായിരുന്നു. നല്ല സിനിമ. 29 ഇറങ്ങിയപ്പം അന്ന് ഞാൻ പ്രീ ഡിഗ്രി ആണല്ലോ പഠിക്കുന്ന സമയം. പക്ഷെ അത് കഴിഞ്ഞ് ടി വിയിലൊക്കെ വരുമ്പോൾ നമ്മൾ ഒരുപാട് പ്രാവശ്യം കാണുമല്ലോ. കളർ ഗ്രേഡിങ്ങും ആ സിനിമ എന്ന് പറഞ്ഞാൽ എപ്പോഴും കാലത്തിനപ്പുറം സഞ്ചരിക്കുന്നതാണ്. തീർച്ചയായിട്ടും ആ ഒരു തിയേറ്ററിലേക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. 4K അതെ, 4K ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു.